നേരത്തെ കൊണ്ടുവരണമെന്ന് കരുതിയതാ. അവിടെയുള്ളവര് കഴിച്ചപ്പോ താമസിച്ചു. അതൊന്നും സാരമില്ല ചേച്ചി. ഞാനും അമ്മയും വീട്ടിലും താമസിച്ചാ കഴിക്കാറ്, അല്ലേ അമ്മ? അല്ല, നീ എന്തുദ്ദേശത്തിലാ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നെ? എനിക്കേ നിന്റെ അമ്മയുടെ പ്രായമുണ്ട്. അപ്പൊ ഞാൻ എന്താ വിളിക്കാ? നീ എന്നെ അമ്മാന്ന് വിളിച്ചോ? ഓക്കെ ചന്ദ്രമ്മേ. ആ, നിങ്ങൾ കഴിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ, ഇനി എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ? എങ്കിൽ ഞാനും കൂടെ സഹായിക്കാം. ഇനി ഗേറ്റും കൂടി അടച്ചാ ബാക്കിയെല്ലാം തീർന്നു. ഞാൻ തുറന്ന ഗേറ്റ് ഞാൻ തന്നെ അടച്ചിട്ട് വരാം. ചന്ദ്രമ്മ റെസ്റ്റ് എടുക്ക്. നിന്റെ വാച്ച് അവിടെ? നീ തെണ്ടി തിരിഞ്ഞ് വന്ന് കയറിയപ്പോ തന്നെ ഞാനത് ശ്രദ്ധിച്ചതാ. പാവങ്ങൾക്ക് ദാനം കൊടുക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. അത് പക്ഷേ ഞാനും ഇവനും ഉണ്ടാക്കുന്ന പണത്തിന്റെ പുറത്താവരുത്. വലിയൊരു കർണം വന്നിരിക്കുന്നു. ഹലോ മാഷേ, എന്താ ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്ന? ഒന്നുമില്ല. ആ, അതല്ലല്ലോ, എന്തോ ഒരു വിഷമ മുഖത്തുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോ. അത് അമ്മ വഴക്ക് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന്. അമ്മ വഴക്ക് പറഞ്ഞ വിഷമിക്കുന്ന പ്രായമാണോ? അല്ല, അമ്മയോ? ഏതമ്മ? അല്ല, എനിക്ക് ജോലി ചെയ്യുന്ന ആളാണല്ലോ രമ മാഡം. മേഡം എനിക്ക് അമ്മയെ പോലെയാ. അയ്യേ, ആ സ്ത്രീ അമ്മയോ? ഓ, ആ താടകയൊക്കെ ആരെങ്കിലും അമ്മയെന്ന് വിളിക്കോ? പിന്നെ വിളിക്കാം, ചന്ദ്രാമ്മ. എനിക്ക് ചന്ദ്രാമ്മ അമ്മയെന്ന് വിളിച്ചൂടെ? ഞാൻ ഇത്രയും വലിയൊരു ഉപദേശം തന്നിട്ട് താൻ എന്തിനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നേ? ഒന്ന് ചിരിക്കണം എന്റെ ഡ്രൈവറെ. ആ, ചന്ദ്രാമ്മയ്ക്കൊരു തമാശ കേൾക്കണോ? ഇവിടത്തെ ആ ഭൂതമില്ലേ, ആ രമാഭൂതം, അവരെ ഈ ഡ്രൈവർ വിളിക്കുന്നത് അമ്മാന്നാ. അമ്മയെന്ന് വിളിക്കാൻ പറ്റിയ സാധനം. ചന്ദ്രാമ്മേ, വാ നമുക്ക് കഴിക്കാം. മോള് പൊയ്ക്കോ, ഞാൻ വന്നോളാം. ശരി. സാർ ഇവിടുത്തെ മോനാന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയില്ല. സോറി സർ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം ആ കുട്ടിക്ക്. അല്ല, ആരായി കക്ഷി? അത് എന്റെ കൂട്ടുകാരി സീതയുടെ മോളാ. ഞാനും സീതയും പണ്ട് ഓർഫനേജില് ഒരുമിച്ചായിരുന്നു. ചെല്ല്, ചന്ദ്രാമ്മ കഴിക്കും. ശരി സർ. സാറോ? ശരി മോനെ. ചന്ദ്രാമ്മ, പിന്നെ ആ ഡ്രൈവറുടെ കേസില്ലേ, തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം പറയാൻ പോണ്ട. നാളെയാണ് ഞാൻ കാത്തിരുന്ന ദിവസം. കോഫി ഷോപ്പിൽ നിന്നും ബായ് പറഞ്ഞു പിരിയുമ്പോൾ വീണ്ടും വീണ്ടും കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നത്തക്കവണ്ണം എന്തെങ്കിലും അർജുന്റെ മനസ്സിലുണ്ടാവണം. അതെങ്ങനെ? ആകെയുള്ള സമയം ഒരു കോഫി കുടിക്കുന്ന സമയം. അതിനുള്ളില് നീ പറഞ്ഞതൊക്കെ നടക്കുവോ? ഇതൊക്കെ നടത്തിയെടുക്കാൻ എനിക്കൊരു ടാക്സി ഡ്രൈവറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടാക്സി ഡ്രൈവറോ? അതെ, വെറും ഒരു ടാക്സി ഡ്രൈവർ. ടാക്സി ഡ്രൈവറാന്ന് തോന്നുന്നു. ഞാൻ അയാളുടെ അടുത്തേ എന്റെ പ്ലാൻ എന്താന്ന് പറഞ്ഞിട്ട് വരാം. ഹലോ. ഹലോ മോളെ, അച്ഛനാ. അയ്യോ തുമ്പി മോളെ, കേൾക്കുന്നില്ലേ? ആ
കേൾക്കുന്നുണ്ട്. അച്ഛൻ പറ. മോളെ അമ്മയും കല്യാണിയും സുഖമായിട്ടിരിപ്പുണ്ടല്ലോ അല്ലേ? അതിന് അവരെന്റെ അടുത്തോട്ട് വന്നിട്ടില്ലല്ലോ. അയ്യോ വന്നില്ലേ? ഏ, ഞാൻ അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണല്ലോ. അച്ഛൻ ടെൻഷൻ ആവണ്ട. അവര് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ചോളാം. തുമ്പി മോളെ അവരെ എത്രയും വേഗം കണ്ടെത്തണം നമുക്ക്. ഇല്ലെങ്കിൽ അച്ഛാ, ഞാനേ പുറത്താ, കുറച്ച് തിരക്കുണ്ട്. ഞാൻ അച്ഛനെ വിളിക്കാം. അയ്യോ ദൈവമേ, ഒരു തുമ്പിമോള് ശല്യം. ഏട്ടാ നല്ലോണം ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എങ്ങോട്ടാ? ഒന്ന് പുറത്തു പോണം. ആ, നല്ല ഷർട്ട്. ഏട്ടനിത് നന്നായിട്ട് ചേരുന്നുണ്ട്. മോനെ മഹി, എന്താ? നീ ഇപ്പോഴേ ഇങ്ങോട്ട് വന്ന ആവശ്യം എന്താന്ന് പറ. അത് വേറൊന്നുമല്ല. ഇന്നാളൊരു ദിവസം ഞാൻ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് സംസാരിക്കാൻ വന്നതാ. അതിനിപ്പോ സംസാരിക്കാൻ എന്തിരിക്കുന്നു? അന്നേ ഞാൻ പറഞ്ഞില്ലേ പറ്റില്ലെന്ന്. അങ്ങനെ പെട്ടെന്നൊരു നോ പറയല്ലേ ഏട്ടാ. പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടാ വേറൊരു മാർഗം ഇല്ലാണ്ടാവും ജീവിക്കാൻ. വാടക വീടും ആ ചേട്ടന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കൊക്കെ ആയി മാസം നല്ലൊരു തുക വേണം. അതാ ഞാൻ പറഞ്ഞത്. നീ ഈ പറഞ്ഞ സെക്യൂരിറ്റി ചേട്ടനെ ഇപ്പൊ തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അങ്ങനെ ഒരു വൃദ്ധനെ സെക്യൂരിറ്റി ആക്കാൻ പറ്റില്ല. ഏട്ടാ പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ലെന്ന് തന്നെയാ. നിനക്കറിയാലോ, എന്റെ നോ എന്നും എനിക്ക് നോ തന്നെയാ. വേറൊന്നും പറയാനില്ലെങ്കിൽ നീ പോവാൻ നോക്ക്. ചായ. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ അനുവാദമില്ലാതെ ഈ മുറിയിലോട്ട് കയറി വരില്ലെന്ന്. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? എന്താ എന്താ ഇവിടെ? അച്ഛാ, ഇവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്റെ അനുവാദമില്ലാതെ എന്റെ ഈ മുറിയിലേക്ക് വരരുതെന്ന്. എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. വല്ലാത്ത കഷ്ടം തന്നെയാ. പൊയ്ക്കോ. എല്ലാം പഠിപ്പിച്ച അമ്മ നിന്നെ അമ്മയുടെ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചില്ലേ? ബിസിനസ് ചെയ്യാനും പണമുണ്ടാക്കാനും പഠിത്തം കൊണ്ട് പറ്റും. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും പഠിക്കുന്നത് വീട്ടിൽ നിന്നാ. നിന്റെ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോ അച്ഛന് വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ നീ ഒഴിവാക്കണം പ്ലീസ്. സോറി. അതെ, കുറെ നേരമായി ഇവിടെ കാറ് നിർത്തിയിടാൻ തുടങ്ങിയിട്ട്. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പറയ്. സർവീസ് സെന്ററിൽ നിന്ന് ഓണർ അറിയാതെ അല്പനേരത്തേക്ക് വാടകയ്ക്കെടുത്തതാ. അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പറ്റോ? ഇപ്പൊ പറ്റും. ഓക്കെ. അതെ, ദേ ആ പോകുന്ന കാറ് കണ്ടോ? ആ കണ്ടു. ആ, അതിന് പിറകെ വിട്ടേ. ചേട്ടാ, അതിനോട് ചേർന്ന് പോണേ. ഓക്കെ.
ചേട്ടാ ആ. ഈ ഡോറൊന്ന് തുറന്നുതരാവോ? അതൊന്നും പറ്റില്ല. ഇനി പറ്റുമല്ലോ? ഡോറ് തുറന്നു നിന്നാ മാത്രം മതിയോ അതോ കുട കൂടി പിടിക്കണോ? ഇയാള് പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി. എന്നാ ഐശ്വര്യ, ഞാൻ അടുത്ത മാസം അവിടേക്ക് വരുന്നുണ്ട് കൃഷ്ണേട്ടാ. കൃഷി ഓഫീസിൽ ഞാൻ വിളിച്ചിരുന്നു. കൃഷ്ണേട്ടൻ ചെന്നാ മതി, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തവണ നമുക്ക് കുറച്ച് വാഴക്കന്നൂടി നടണം അവിടെ. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ഥലത്തിന്റെ കരമടച്ചതിന്റെ ബില്ല് മോന്റെ കയ്യിലുണ്ടോ? അതെന്റെ ഉണ്ട്. ഞാനിപ്പോ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയക്കാം. ഒരു മിനിറ്റ്. ഓ, കൃഷ്ണേട്ടാ ഞാൻ ഇപ്പോൾ വിളിക്കാം. ശരി മോനെ. ഇതാ ചട്ടമ്പി കല്യാണിന്റെ ഫോണാണെന്ന് തോന്നുന്നു. ഏതായാലും കുറച്ച് ദിവസം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നീ പറയുന്നത് സത്യം തന്നെയാണോ? അതെ, സത്യവാ. അവര് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കണ്ട ആൾക്കാരുണ്ട്. അവിടെയും വെച്ച് ചിലർ അവരെ കണ്ടുവെന്നാ ഞാൻ അറിഞ്ഞത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവര് പുലിമടയിലേക്ക് തന്നെ വന്ന സ്ഥിതിക്ക് ബാക്കി ഞാനും കൂടെ നോക്കാം. എന്റെ ആളുകളെ വെച്ച് ഞാനും ഒന്ന് അന്വേഷിക്കട്ടെ. എന്തായാലും ഇപ്പൊ ആ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണ്ട. ഞാൻ ആദ്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. ബാക്കിയെല്ലാം ഞാൻ വന്നിട്ട്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഐ എം റിയലി ബിസി റൈറ്റ് നൗ. ഓക്കെ, ഐ എം സോറി സർ. ഏയ് സാരമില്ല. That ring looks so interesting. സോറി. അല്ല, ആ മോതിരത്തിൽ റോയൽ സീൽ കാണുന്നു. ഓ, ഇതാണോ? ഇതെനിക്ക് എൻ്റെ മുത്തശ്ശി, ഐ മീൻ അമ്മയുടെ അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. അമ്മ ഒരു രാജകുടുംബത്തിൽ അംഗമായിരുന്നു. എനിക്ക് ആക്ച്വലി ഈ ഓർണമെന്റ്സിനോടൊന്നും ക്രേസ് ഉള്ള ആളൊന്നും അല്ല. ആഭരണങ്ങളൊന്നും അധികം യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇതിനോട് എന്തോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അല്ല, ഒരു രാജകുടുംബത്തിലെ അംഗമായിട്ടും താനെന്തിനാ ഈ ജോലിക്ക് വന്നേ? ഒട്ടുമിക്ക എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാ ഇത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എൻ്റെ അമ്മയാ. എൻ്റെ അമ്മ കഴിഞ്ഞേ എനിക്ക് മറ്റാരും ഉള്ളൂ. എത്ര കോടികളുണ്ടെങ്കിലും സ്വന്തം അധ്വാനത്തിൽ തന്നെ ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചതും എൻ്റെ അമ്മ തന്നെയാ. അല്ല, സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്
പെൺകുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടം കൂടുതൽ അച്ഛനോടായിരിക്കും. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ തിരിച്ച. ഞാൻ എൻ്റെ അമ്മയുടെ മോളാ. അമ്മയെ അത്രയേറെ സ്നേഹിക്കുന്ന മകൾ. റിയലി? എനിക്കും ഇഷ്ടം എന്റെ അമ്മയെ തന്നെയാ. ഓ, അമ്മ പറയുന്നതേ ഞാൻ ചെയ്യൂ. അതങ്ങനെ തന്നെയാ വേണ്ടത് സർ. ഒരു ആയുസ് മുഴുവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചവരല്ലേ അവര്. അവരെ സ്നേഹിക്കാതെ നമ്മൾ മറ്റാരെ സ്നേഹിക്കാനാ? മോര് കുടിച്ചിട്ടാവാ ഇനി ബാക്കി ജോലി. താങ്ക് യു. ഇവിടെ എല്ലാത്തരം ചെടികളും ഉണ്ടോ സാറേ? ആ, അത്യാവശ്യം. ഇത് വാടിപ്പോയല്ലോ. ആ, അതെ, എന്തൊക്കെ ചെയ്തിട്ടും ഇതങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. ആ അതെ, ഇത് ഹൈബ്രിഡ് ചെമ്പരത്തിയാ, അതുകൊണ്ടാ. ഓ, അല്ല സാറേ, ഒന്ന് ചോദിച്ചോട്ടെ, ഇതെങ്ങനെയാ നട്ടെ? സാധാരണ എങ്ങനെ ചെടി ഇടുന്നത് അതുപോലെ തന്നെ ഈ മണ്ണൊക്കെ മാന്തി ഇങ്ങനെ ചെടിയൊക്കെ കുത്തി. വെറുതെ അല്ല ഇത് വാടിയത്. ഈ ഹൈബ്രിഡ് നടുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. അങ്ങനെ നടാവൂ. നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണില് കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് വേണം ഈ ഹൈബ്രിഡ് ചെമ്പരത്തി നടാൻ. ഡ്രൈവർ ജോലിയായിട്ട് നടന്നാ പോരാ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ഗിയർ മാറ്റും പോലെ എളുപ്പപ്പണി അല്ല ഡ്രൈവർ ചെയ്ത്. സാറേ, സാറിന്റെ ഫോണും തരോ? ഒരു കോള് വിളിക്കാനായിരുന്നു. ആ, ദായിരിക്കുന്ന എടുത്തോ. നല്ല വെയില്. ഹലോ, പറയടാ. ഒരു സോഡ. ആ, ഞാൻ എന്റെ ഫോണൊന്ന് ചാർജ് ചെയ്തോട്ടെ. വെച്ചോ. എന്താ ചേട്ടാ, ഒരു ചായയും ഒരു പാക്കറ്റ് സിഗരറ്റും.
ദാ. അതെ, ഇവിടെ നിന്ന് ആളിത് എങ്ങോട്ട് പോയി? ഇപ്പൊ ദേ അങ്ങോട്ട് ഫോൺ എടുത്തോണ്ട് പോയി. ദാ. ആ എടാ ഞാനേ കുറച്ച് തിരക്കില്ല, ഞാൻ കൊണ്ട് വിളിച്ചോളാം. ആ ഓക്കെ ശരി. ഇതെന്താ ലൂസാണോ? എടോ ഡ്രൈവറെ, ഏ? താനിപ്പോ സംസാരിച്ചില്ലേ ഒരു ഫോൺ? അതൊന്ന് കാണിച്ചേ. എന്തിന്? ഒന്ന് മറക്കേ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന വഴിക്ക് എന്റെ ഫോൺ ഏതോ കള്ളം മോഷ്ടിച്ചോണ്ട് പോയെന്നേ. മോഷ്ടിച്ചോണ്ട് പോയെന്നോ? അതെങ്ങനെ തനിക്ക് മനസ്സിലായി? അത് പിന്നെ അല്ല, ചിലപ്പോ എവിടെയും വെച്ച് മറന്നതോ തന്റെ കളഞ്ഞു പോയതാണെങ്കിലോ? ഏയ്, ഞാനങ്ങനെ മറന്നൊന്നും വെക്കില്ല. ഇതോരോ എന്റെ ഇത് മോഷ്ടിച്ചത് തന്നെയാ. എങ്കിൽ പിന്നെ ഒന്നുകൂടി വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? വിളിച്ചു നോക്കി. നേരത്തെ തന്റെ പോക്കറ്റിൽ കിടന്ന് ബെല്ലടിച്ചില്ലേ, അതേ റിംഗ് ടോൺ എന്റെയും. അതിപ്പോ ഒരേ റിംഗ് ടോൺ ആരൊക്കെ ഉപയോഗിക്കും? അല്ല, താനിപ്പോ എന്താ പറഞ്ഞു വരുന്നേ? തന്റെ ഫോൺ ഞാൻ മോഷ്ടിച്ചെന്നോ? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. എന്നെ വിശ്വസിക്കാൻ കേട്ടോ? എനിക്ക് ഉറപ്പാ, ആരോ അത് മോഷ്ടിച്ചതാ. ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫോൺ എടുത്തവൻ രക്തം ഛർദിച്ചു. ഒന്ന് നിർത്തണോ? ഇങ്ങനെയൊക്കെ പ്രാകാവോ? ആ, ഞാൻ പ്രാകും. എടോ, ഇപ്പൊ തന്നെ എന്റെ വാച്ച് കാണാനില്ല. അത് കയ്യിൽ നിന്ന് എവിടെയെങ്കിലും ഊരി വീണതോ അല്ലെങ്കിൽ ഞാൻ തന്നെ എവിടെയെങ്കിലും മറന്നു വെച്ചതോ ആയിരിക്കാം. എന്ന് പറഞ്ഞ് ഞാൻ പ്രാവിയ ആ വാച്ച് കിട്ടിയ ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഓ, അപ്പൊ ആ വാച്ച് ഇവന്റെ തന്നെയാണല്ലേ? പ്രാവട്ടെ? വേണ്ട വേണ്ട. ഫോൺ എന്റെ ഫോണാ. താനൊന്നുകൂടി വിളിച്ചു നോക്ക്. ചിലപ്പോ എടുത്താലോ? ആ ഹലോ. ആ ശിവദാസനെ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ, അന്വേഷിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാ അച്ഛന് ബലിയിടാൻ. ബലിയിട്ട് കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോ പോസിറ്റീവായ ഒരു ന്യൂസ് വേണം നീ പറയാൻ. അല്ലെങ്കിൽ ഞാൻ ആദ്യം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇല്ല സാർ, ഉറപ്പായും ഞാൻ അവരെ കണ്ടുപിടിക്കും. ശിവദാസൻ, സീത, കല്യാണി, ലക്ഷ്മി, ഇവരിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയാ ബാക്കി 3 എണ്ണത്തിനും കിട്ടും. ഓഫാക്കി കളഞ്ഞു തേണ്ടി. ഈശ്വര, എന്റെ ഫോൺ എടുത്തവൻ എന്റെ അടുത്ത് വന്ന് കാൽക്കല് വീണ് ഫോൺ മോഷ്ടിച്ചതിന് മാപ്പ് പറയണേ. ഇതെന്റെ ഫോണാ. കഥകൾ പറയും ചെമ്പരത്തി, കവിത മൊഴിയും ചെമ്പരത്തി, മിഴിയഴകിലെ ചെമ്പരത്തി, പുതുമകളിലെ ചെമ്പരത്തി. ഇനി പറ, ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? കാര്യങ്ങളുടെ പോക്ക് ഇത്ര വേഗത്തിലാണെങ്കിലേ നീ എത്രയും വേഗം തന്നെ രമാനിലയത്തിലെ മരുമകളായി അവിടെ കയറി ചെല്ലും. അല്ല,
ഇനി എന്താ അടുത്ത പരിപാടി? സംസാരം, മനസ്സ് തുറന്നുള്ള സംസാരം, നേരിട്ടല്ല, ദേ ഇതിലൂടെ. ചാറ്റിങ്ങോ? നീ അയക്കുന്ന മെസ്സേജിനൊക്കെ ടൈപ്പ് ചെയ്ത് റിപ്ലൈ തരാൻ മാത്രം പുള്ളിക്ക് സമയം കാണോ? അതിന് ആദ്യം മെസ്സേജ് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, നീ പറഞ്ഞ ആ പുള്ളി തന്നെ മെസ്സേജ് ചെയ്യും. അതെങ്ങനെ? ഡൺ. An unforgettable milestone in my life. Thank you, Arjun sir. ഇതൊരുമാതിരി പൈങ്കിളി പരിപാടിയല്ലേ? പ്രേമ എപ്പോഴും പൈങ്കിളി തന്നെയാ മോളെ. നീ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. താങ്ക്സ് ഐശ്വര്യ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ സമ്മതിച്ചു നിന്നെ ഞാൻ. മറുപടി അയക്ക്. സാറും ഇന്ന് എൻ്റെ കൂടെ ഹാപ്പി ആയിരുന്നല്ലോ അല്ലേ? ഇംഗ്ലീഷിലയക്ക്. വേണ്ട, മംഗ്ലീഷ് മതി. എക്സ്ക്യൂസ് മീ, എനിക്കും സാറിനും കുറച്ച് പ്രൈവസി വേണം. ഒന്ന് പോയി തരോ? അയക്കും.